ഫ്രഞ്ച് തത്വചിന്തകൻ ഡെക്കാർത്തയുടെ പ്രസിദ്ധമായ വാചകം നമ്മളിൽ പലർക്കും അറിയാം. ഐ തിങ്ക് ദെയർ ഫോർ ഐ ആം. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കുന്നില്ല എങ്കിൽ ഞാനില്ല, എൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഈ പിന്നെ കോളേജ് കാലത്തൊക്കെ നമ്മൾ സുലഭമായിട്ട് ഉപയോഗിക്കുന്നൊരു പദപ്രയോഗം വരുന്നത് ഇങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ, ചില ഫ്രേസസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം പിന്നെ MDയുടെ മഞ്ഞിൽ വരാതിരിക്കില്ല, അത് വളരെ ആവേശപൂർവ്വം പിന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാനുണ്ട് എന്നുള്ളതിന്. അപ്പോൾ ഈയിടയ്ക്ക് അതിൻ്റെ ഒരു വകഭേദം കാണുകയുണ്ടായി. വളരെ പിന്നെ സന്തോഷപൂർവ്വം എനിക്ക് ആ വകഭേദം വായിച്ചത് മുതൽ ആ ചിരി അടക്കാൻ കഴിയുന്നില്ല. അത് മറ്റൊന്നുമല്ല, ഈയിടയ്ക്ക് നമുക്കറിയാം CNN സ്ഥാപകൻ ടെഡ് ടേർണർ മരിച്ചു 87-ാമത്തെ വയസ്സിലോ മറ്റോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3ാം ഭാര്യയായിരുന്നു ആക്ട്രസ് ജെയിൻ ഫോണ്ട. അപ്പോൾ അവർ പറയുന്ന ഏകദേശം 10 വർഷത്തോളം ആ ബന്ധം നിന്നു. അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സ്ത്രീ ഭാര്യയൊക്കെ ഉണ്ടെങ്കിലും പല സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെടും. അതാണ് പിന്നെ അതുകൊണ്ട് അതിനെപ്പറ്റി വറീഡാവേണ്ടതില്ല, അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല എന്ന്. എങ്ങനെയായാലും 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബന്ധം അവസാനിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് ഇങ്ങേരുടെ പിന്നെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന സദാസമയം ഇങ്ങേരുടെ ചുറ്റിപ്പറ്റി നടക്കുന്ന അങ്ങനെ ഒരു ആളെയാണ് പിന്നെ ഇങ്ങേർക്ക് ആവശ്യം. അതായത് ഇങ്ങേർക്ക് വേണ്ടത് ഭാര്യയല്ല, ഒരു ബേബി സിറ്ററെയാണ്. ആ പണിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഇവർ പിരിഞ്ഞത്. പിന്നീട് അവരുടെ ആത്മകഥയിൽ അവരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു ഫ്രേസാണിത്. ചില പുരുഷന്മാരുണ്ട്, അവരുടെ ജീവിതം ഇങ്ങനെ IF ദെയർ ഫോർ ഐ ആം. അത് പിന്നെ അങ്ങനത്തെ ആളുകൾ ഇങ്ങനെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ചില പുരുഷന്മാർ, അതിലൊരാളാണ് ഇയാൾ എന്നാണ് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വളരെ രസമായിട്ട് തോന്നി. ചില പുരുഷന്മാർ ചിലർ അവരുടെ ജീവിത ലക്ഷ്യം തന്നെ ഇതാണ്, ഒരു ജീവിത ലക്ഷ്യം ഈ കഴിയുന്നത്ര സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുക, ലൈംഗികമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ കഴിയുക. അതൊരു കേവപ്പെട്ട കാര്യമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ കാസനോവ നമുക്കറിയാം ഏതാണ്ട് 1200 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ സ്ത്രീകളാരെയും ഏതെങ്കിലും ഒരു സ്ത്രീയെ അയാൾ ഉപദ്രവിച്ചതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും അയാളെ വളരെ സ്നേഹത്തോടെയാണ് അയാളെപ്പറ്റി പിന്നീട് പറയുന്നതും എപ്പോഴും ഓർക്കുന്നതും. പിന്നീട് പോലും അയാൾ വർഷങ്ങൾക്ക് ശേഷവും അയാളെ കാണാനും ബന്ധപ്പെടാനും അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ മുറിപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്തതായിട്ട് പിന്നെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രം വായിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല അതിലെ വീരസാഹസിക കഥകൾ, ഈ അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെ മോണ്ടി ക്രിസ്റ്റോയിലൊക്കെ പറയുന്ന പിന്നെ തടവ് ചാട്ടത്തിൻ്റെ ഒരു കഥ, അതും ഒക്കെ വീണ്ടും ഒന്ന് ഓർമ്മ പുതുക്കാവുന്നതാണ് നമ്മളെപ്പോലുള്ള പ്രായമുള്ള ആളുകൾക്ക്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു കഥ പോലും ഇയാളുടെ ജീവിതത്തിൽ പിന്നെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീരസാഹസികമായിട്ടുള്ളൊരു കാലം എന്ന് മാത്രമല്ല ആ ഒരു കാലഘട്ടം, ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു യൂറോപ്പിൻ്റെ ചരിത്രം മുഴുവൻ ഇയാളുടെ പുസ്തകത്തിൽ ഉണ്ട്, ആ ആത്മകഥയിലുണ്ട് എന്നാണ് പിന്നെ കരുതപ്പെടുന്നത്. അത് പിന്നെ ഒരുപാട് വോളിയമായിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ വായിക്കുകയും ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ചില ആളുകൾ ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതുന്നത്. ഇപ്പോൾ ഫ്രോയിഡും അത് തന്നെയാണ് പറയുന്നത്. ഈ ലൈംഗിക താല്പര്യം ഇല്ലാതായി കഴിയുമ്പോൾ ആളുകളുടെ കാര്യം തീർന്നു. ആ ലൈംഗിക താല്പര്യമാണ് ഓരോ കാര്യത്തിനും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ആ ഫ്രോയിഡിയൻ പിന്നെ തത്വചിന്ത, പിന്നെ ആ മനഃശാസ്ത്ര ചിന്ത, അതിന് ബെർട്രൻഡ് റസ്സല്ലോ മറ്റോ ആണ് മറ്റൊരു അഭിപ്രായം പറഞ്ഞാൽ ഈ ലൈംഗികത മാത്രമല്ല അധികാരത്തോടുള്ള താല്പര്യം, അതാണ് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ളൊരു അർജ് മനുഷ്യരുള്ളത്. ഏറ്റവും കൂടുതൽ മനുഷ്യർ അതിനോടാണ് പിന്നെ ആ പിന്നെ ഇൻടോക്സിക്കേഷൻ, ആ ലഹരിയിലാണ് കൂടുതൽ അടിമപ്പെടാൻ താല്പര്യപ്പെടുന്നത്. മറ്റുള്ളവരെ അടക്കി ഭരിക്കാനും മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള ആ താല്പര്യം ഒരുപക്ഷെ ആയിരിക്കാം, അതും ശരിയായിരിക്കാം. കാരണം ഒരു അധികാര സ്ഥാനങ്ങളിൽ വരുന്നവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ ആഗ്രഹിക്കുന്നില്ല. തിരിഞ്ഞും തിരിഞ്ഞും അവർ അധികാര സ്ഥാനങ്ങളിൽ പിന്നെ തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കുന്നു. ഇപ്പോൾ പുടിൻ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. അങ്ങേര് പ്രധാനമന്ത്രിയായിരുന്നു, നേരത്തെ പ്രസിഡൻറ്റോ എന്തൊക്കെയായിരുന്നു. അതിന് പിന്നെ തിരിമറികളൊക്കെ നടത്തി വീണ്ടും ആജീവനാന്തം പിന്നെ വരത്തക്ക രീതിയിൽ മാറ്റങ്ങളുണ്ടാക്കി. അതും റഷ്യ പോലെ വിവരമുള്ള മനുഷ്യരുള്ള ഒരു സ്ഥലത്താണെന്ന് ഓർക്കണം. ഉഗാണ്ടായിലോ അല്ലെങ്കിൽ പിന്നെ സാംബിയയിലോ അല്ല, അതുപോലുള്ള രാജ്യങ്ങളിലല്ല, ഇങ്ങനെയുള്ള ഒരു പാശ്ചാത്യ രാജ്യത്ത് പോലും. അപ്പോൾ അങ്ങനെ മാറ്റം മറിച്ചിലുകൾ ഉണ്ടാക്കാനായിട്ടേക്ക് പിന്നെ കഴിഞ്ഞു ആ താല്പര്യം, ആ അധികാരത്തോടുള്ള ആ താല്പര്യം. അപ്പോൾ ഇങ്ങനെ ഈ ലൈംഗിക
ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അധികാരത്തോടുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ലഹരി പിടിച്ച് ആളുകൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ചില പുരുഷന്മാർ ഇതാണ് അവരുടെ ലക്ഷ്യം, അവരുടെ ജീവിതം തന്നെ ഈ ഒരു ലക്ഷ്യം ഇതാണ്, അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിച്ചിരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ചെയ്യുക അവസാന നിമിഷം വരെ. എന്താ പിന്നെ അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ നേതാവ് മരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു, ഒരു ചെറുപ്പക്കാരി പെണ്ണിൻ്റെ കൂടെ പാൻറ് താഴെയും പിന്നെ താഴെ കിടക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും ആരാണെന്നും ഒക്കെ ഒന്ന് പിന്നെ വായിച്ച് നോക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഇത്തരം ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അതിന് വലിയൊരു പ്രസക്തിയില്ല. അതൊരു പിന്നെ ഇപ്പോൾ എപ്സ്റ്റൈൻ ഫയലുകളിലൊക്കെ നമുക്ക് കാണുന്നതാണ്. സ്ത്രീകൾ പിന്നെ ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആ കാര്യങ്ങളെല്ലാം. നേരെ മറിച്ച് ഈ ഈസ്റ്റേൺ സിവിലൈസേഷനിൽ ഇന്ത്യയിലും പിന്നെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ലൈംഗിക കാര്യങ്ങളെല്ലാം ഏറ്റവും ഭയങ്കരമായൊരു സംഭവമായിട്ട് പിന്നെ കണക്കാക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതാണ് പിന്നെ എല്ലാത്തിൻ്റെയും ഫോക്കസ്. പിന്നെ ആ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത്, അങ്ങനെ ഒരു സ്ഥിതി. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ അതിനൊരു പ്രാധാന്യം ഇല്ലാത്തൊരു സ്ഥിതിയും കാണുന്നുണ്ട് എന്ന് കരുതി ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും അഴിഞ്ഞാടി നടക്കുന്നതെന്നോ ധാർമ്മികത ഇല്ലാതെ നടക്കുന്നു എന്നോ ഒരർത്ഥവുമില്ല താനും. അത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ഇന്ത്യയിലും മറ്റുള്ളവർ ഉണ്ടാവേണ്ട കാര്യവുമില്ല. ഇവിടെ ആളുകൾ ആ ധാർമ്മികത ഇന്ത്യയിലെയോ അല്ലെങ്കിൽ ഈ മറ്റ് മുസ്ലിം രാജ്യങ്ങളിലെയൊക്കെ പോലുള്ള പിന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്ന വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലെ സ്വവർഗ ബന്ധമുണ്ടെങ്കിൽ അവരെയും തലവെട്ടുകയോ ഒക്കെ ചെയ്യണമെന്നുള്ള ആ രീതിയിൽ ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. എന്തായാലും പിന്നെ ധാർമ്മികത ഈ ഓരോരുത്തരും അവനവൻ്റെ ധാർമ്മികത അവനവൻ തന്നെ നിശ്ചയിക്കുന്നു. ഈ മതപരമായ ഒരു ധാർമ്മികതയുണ്ട്, അതാണ് മറ്റു രാജ്യം പിന്നെ ഈസ്റ്റേൺ സിവിലൈസേഷനൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ വെസ്റ്റിൽ അതല്ല, അവനവൻ്റെ ധാർമ്മികത അവനവൻ നിശ്ചയിക്കുന്നു. ഇങ്ങനെ എത്ര കണ്ട് പോകാം, എത്ര കണ്ട് പോകാതിരിക്കാം എന്ന് പിന്നെ ഓരോരുത്തരും തീരുമാനിക്കുന്നതെന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. എന്തായാലും നമ്മുടെ ഇന്ത്യക്കാരൊക്കെ പൊതുവിൽ ഭേദപ്പെട്ടവരാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇവിടെ വരുന്ന ഇന്ത്യക്കാരും പോലും ഈ യുവതലമുറ പോലും ഒരു പരിധിക്കപ്പുറം പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് അവരെ കാണാറുമില്ല. എങ്ങനെയായാലും ഈ ഫ്രേസ് വളരെ ഇഷ്ടപ്പെട്ടു, therefore I am. അപ്പം നമുക്ക് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാൻ ഒരു നല്ല ഫ്രേസ് ആണിതെന്ന് തോന്നിപ്പോകുന്നു.